അതാ മഹഫിൽ അതാ പെട്ടെന്നാട്ടെ അതാ മഹഫിൽ കഴിച്ചു തീർത്തു. ഹലോ എവരിബഡി, വെൽക്കം ടു ലൈഫ് റൂട്ട്സ്. അപ്പോൾ നമ്മളിന്നുള്ളത് ഒരു ഡിസേർട്ട് ക്യാമ്പിങ്ങിനാണ് കേട്ടോ. നമ്മളിന്നിപ്പം മാമിൻ്റെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസേർട്ട് ക്യാമ്പ് എടുത്തിട്ട് നമ്മൾ ഫാമിലീസ് എല്ലാം കൂടെ വന്നൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല കുറേ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. കം ഓൺ. വന്നു പറഞ്ഞാൽ ടീയും സ്നാക്സും ഒക്കെ ഉണ്ട്. തനുവിന് എവിടെ പോയാലും പിന്നെ ഫുഡ് ഒരു കുഴപ്പമില്ല. ഞാൻ തരാം ഒരു ഹായ് പറഞ്ഞു തരാം. എടുത്താ കഴിച്ചു വന്നു അതോടെ മുട്ട തരാം. സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് ഉണ്ട്. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അതിനുള്ള എല്ലാം സെറ്റപ്പ് കൊണ്ട് ഇത് രണ്ടും ബാത്റൂംസാണ് കേട്ടോ. നോക്കിയേ, അത്യാവശ്യം നല്ല രീതിയിലൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്, വെറുതെ ഇവിടെ കളയുന്ന പലക എടുത്തടിച്ച് ബാത്റൂം സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ പെല്ലറ്റ് എന്ന് പറയുന്ന ബാത്റൂംസ് അല്ലേ, അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ബാത്റൂം. ഇവിടുത്തെ കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. ഇതെല്ലാം പാഴ്മഴങ്ങളാണ്. ഇവിടെ പാക്കിങ്ങിനൊക്കെ വന്നിട്ട് കളയുന്ന സാധനങ്ങളാണ് ഇതെല്ലാം കൊണ്ടിട്ടാണ്. ശരി, പക്ഷെ എത്ര വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ. ഇതെല്ലാം ഇവിടെ കളയുന്ന തടികളാത്താ. ഇതൊക്കെ ഇവിടെ മറ്റേ പാഴ്ത്തടിയായിട്ട് പാഴ്സൽ വരുന്ന തടികളാണ് ഇതെല്ലാം. ഈ ക്യാമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരുന്ന ഫുഡുകളെല്ലാം അതായത് വീട്ടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫുഡുകളാണ്. അപ്പം എല്ലാവരും സ്നാക്സും ഫുഡും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.
ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തതും ഇവിടുന്ന് തന്നെയായിരുന്നു. അതായിരുന്നു അതിൻ്റെ വേറൊരു പ്രത്യേകത. ഇങ്ങനെ വന്ന് മാറിയിരിക്കാനുള്ളതല്ല, നമ്മൾ ഇന്ന് ഫുൾ എൻജോയ്മെന്റ് ആണ്. എല്ലാരും വരാം, എല്ലാരും വരാം, എല്ലാരും പെട്ടെന്ന് 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 പെട്ടെന്ന്. മുന്നിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം നമ്മുടെ രക്ഷാധികാരി വിറാസിലേക്ക് വന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ നിരവധി കായിക മത്സരങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാംസും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഫുൾ നൈറ്റ് അടിച്ചു പൊളിക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എത്രയൊക്കെ വലുതായാലും നമ്മുടെ ഉള്ളിലെ കുട്ടിത്തം നമുക്ക് ചില സമയത്തൊക്കെ പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള അവസരങ്ങളാണ് ഇതൊക്കെ. ഈ അവസരത്തിലാണ് നമ്മൾ തിരിച്ചും കുട്ടികളായി മാറുന്ന അവസരങ്ങൾ. എല്ലാം മതിമറന്ന് നമുക്കൊന്ന് ആഘോഷിക്കാൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ ശരിക്കും നമുക്ക് ഒരു വലിയ അവസരങ്ങളാണ് തരുന്നത് കേട്ടോ. ഒരു സ്ഥലത്ത് അവിടെ തകർത്ത് ആടി തിമിർത്തുകൊണ്ടിരിക്കുമ്പോൾ മറു സ്ഥലത്ത് ഞങ്ങൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും പ്രിപ്പറേഷനിലായിരുന്നു. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഓൺ ഫുഡ്, ഓൺ പ്രിപ്പറേഷൻ ആയിരുന്നു. കുറേയൊക്കെ കുറച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, ബാക്കി അവിടെ നമ്മൾ ചെയ്തെടുത്തതെല്ലാം അങ്ങനെയായിരുന്നു.
പരിപാടിയൊക്കെ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയണ്ട. രാത്രി 1:30-2 മണിയായി, 12 ആയി, തണുപ്പ്, പിള്ളേരൊക്കെ പിടുത്തം വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. പോവാന്ന് പറഞ്ഞു, പോവാ അല്ലേ? അങ്ങനെ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളിവിടെ എന്തായാലും വിട വാങ്ങിയാണ്.